നമസ്കാരം. മാനിഫെസ്റ്റിംഗ് നോളജിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ബോർഡ് മാസിൻ്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പാർട്ട് 1 പോയി കാണുക. അതിലായിരിക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഇത് ബാക്കി ടൈപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇത് നമ്മളെങ്ങനെ സോൾവ് ചെയ്യും? ഏത് റൂൾ വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്? ബോർഡ് മാസ് റൂൾ വെച്ചിട്ടാണ്. ബോർഡ് മാസ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഞാനിവിടെ സൈഡിൽ എഴുതിയിടുന്നുണ്ട്, നോക്കാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ വിങ്കുലമുണ്ടോ? വിങ്കുലമില്ല. ബ്രാക്കറ്റ് ഉണ്ടോ? ഉണ്ട്, ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ? 2 ബ്രാക്കറ്റുകളാണ് ഉള്ളത്. അപ്പോൾ നോക്കിയേ, ആദ്യം ബ്രാക്കറ്റുകളല്ലേ നമ്മൾ ചെയ്യേണ്ടത് ബോർഡ് മാസ് അനുസരിച്ചിട്ട്. അപ്പോൾ ഈ 2 ബ്രാക്കറ്റ് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇങ്ങനെ എഴുതാം. അതേ ഓർഡറിൽ തന്നെ എഴുതിയിട്ട് എന്താണ്, നമുക്ക് ബ്രാക്കറ്റുകൾ സോൾവ് ചെയ്ത് പോവാം. അപ്പോൾ 15 പ്ലസ് 15 ഡിവൈഡ്സ് 5 എത്രയാണ്? 15നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലേ? അപ്പോൾ 15 പ്ലസ് 3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. മൈനസ് 15 ഹരിക്കൽ 15 എത്രയാണ്? 1 ആണല്ലേ? അപ്പോൾ 1 ഇൻറ്റു 15. നമ്മൾ ബ്രാക്കറ്റ് മാത്രം സോൾവ് ചെയ്തുള്ളൂ, ബാക്കിയൊക്കെ അങ്ങ് ഇറക്കി എഴുതി. ഇനി 15 പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു 15. ഇനി അടുത്ത ക്രിയ ഏതാണ് ചെയ്യാനുള്ളത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാനുള്ളത്, ഇൻറ്റു ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? മറ്റേതങ്ങ് ഇറക്കി എഴുതുന്നു. 15 പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു 15 എത്രയാണ്? 15 ആണല്ലേ? അതങ്ങനെ തന്നെ എഴുതുന്നു. ഇനി പ്ലസ്സും മൈനസും ആണുള്ളത്. നിങ്ങൾ ആലോചിക്കുക, പ്ലസ്സും മൈനസും ഉണ്ടെങ്കിൽ ഈ ഒരറ്റത്തു നിന്ന് ആ ഒരറ്റത്തേക്ക് അങ്ങ് ചെയ്തു പോയാൽ മതി. ഇടയ്ക്കുന്ന അടുത്ത് ചെയ്യുമ്പോൾ മൈനസൊക്കെ ഇടാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കണക്ക് എന്താണ്, അവിടെ തെറ്റിപ്പോവും. അപ്പോൾ ഈ ഒരറ്റത്തു നിന്ന് ചെയ്താൽ മതി. 15 പ്ലസ് 3 എത്രയാണ്? അത് 18 ആണ്. 18 മൈനസ് 15 എത്രയാണ്? 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 3 ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം സെക്ഷനായിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. മുകളിലത്തെ ഭാഗം ഒരു സെക്ഷനായിട്ട് എടുക്കാം, താഴത്തെ ഭാഗം വേറൊരു സെക്ഷനായിട്ട് എടുക്കാം. എന്നിട്ട് രണ്ടും സോൾവ് ചെയ്തതിന് ശേഷം ആ ഒരു ഡിവിഷൻ ചെയ്താൽ മതി. അപ്പോൾ നോക്കിയേ, 16 ഇൻറ്റു 4 മൈനസ് 48 പ്ലസ് 10 എന്ന് പറയുന്നത് ആദ്യത്തെ സെക്ഷനായിട്ട് എടുത്തു. നമ്മളത് എന്താണ് ഇങ്ങോട്ട് മാറ്റി എഴുതുന്നുണ്ട്. 16 ഇൻറ്റു 4 മൈനസ് 48 പ്ലസ് 10. ഇതിലേതാണ് ആദ്യം ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ? ബോർഡ് മാസ് പ്രകാരം ബ്രാക്കറ്റില്ല, ഓഫില്ല, മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉള്ളത്. 16 ഇൻറ്റു 4 എത്രയാണ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? 64 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. 64 മൈനസ് 48 പ്ലസ് 10 എന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഇറക്കി എഴുതി. 64ൽ നിന്ന് 48 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 16 ആണ് ഉത്തരമായിട്ട് കിട്ടുന്നത്. 16 പ്ലസ് 10 എത്രയാണ്? 26 ആണ് ഈ ഒരു സെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം. ഇത്രയുമുള്ളോ കണക്ക്? അല്ല, ഇനി താഴത്തെ സെക്ഷൻ ചെയ്യണം അല്ലേ? 8 പ്ലസ് 25 ഡിവൈഡ്സ് 5 എന്ന് പറയുന്ന ഭാഗം ചെയ്യണം. അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഡിവൈഡ്സ് ആണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ 8 പ്ലസ് 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 5 എന്ന് പറഞ്ഞ് കിട്ടും. 8 പ്ലസ് 5 എത്രയാണ്? 13 ആണ്. അപ്പോൾ ഇതുമാണോ ആൻസർ? അല്ല. നമുക്ക് ആദ്യത്തെ സെക്ഷൻ 26 എന്ന് പറഞ്ഞ് കിട്ടി. ആ ബൈ അതുപോലെ തന്നെ എഴുതി. ബൈ 13 എന്ന് പറഞ്ഞും കിട്ടി. 26നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ ആയിട്ട്? 2 കിട്ടും അല്ലേ? 13 ഇൻറ്റു 2 ആണ് 26. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഞാനവിടെ ഓൾറെഡി ബോർഡ് മാസ് എന്ന് എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ വിങ്കുലമുണ്ടോ ഈ ഒരു ക്വസ്റ്റ്യനിൽ? വിങ്കുലമില്ല. അപ്പം ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റ് ഉണ്ട്. കുറേ ബ്രാക്കറ്റ് മാത്രമാണല്ലോ അതിലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം തുടങ്ങുന്നൊരു ബ്രാക്കറ്റ് ഏതാണ്? തുടക്കമുള്ളൊരു ബ്രാക്കറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതെ ഈ ഒരു ബ്രാക്കറ്റ് അല്ലേ? ആ ബ്രാക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് നോക്കുക.
ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ എന്താണ് നമ്മൾ ആദ്യത്തെ സെക്ഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലേ? പറ്റും. ഇനി അടുത്ത ബ്രാക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഇവിടെയാണ്. ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ക്വസ്റ്റ്യൻ കഴിയുന്നതിൻ്റെ അവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അത് അടുത്ത സെക്ഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂലേ? പറ്റും. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ കണക്കിൽ ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ സെക്ഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നു, പിന്നീട് രണ്ടാമത്തെ സെക്ഷൻ സോൾവ് ചെയ്യുന്നു, എന്നിട്ട് രണ്ട് സെക്ഷനും കൂടെ ആ നടുക്കുള്ള ആ ഒരു ഡിവിഷൻ ഉണ്ടല്ലോ അത് ചെയ്യുന്നു. ആ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ആദ്യത്തെ സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ അവിടെയും രണ്ട് ചെറിയ ബ്രാക്കറ്റുകളുണ്ടല്ലോ. അപ്പോൾ ബ്രാക്കറ്റുകൾ എപ്പോഴും ആദ്യം ചെയ്ത് തീർക്കണ്ടേ? അപ്പോൾ ആ ബ്രാക്കറ്റുകൾ ആദ്യം നമ്മൾ സോൾവ് ചെയ്യണം. 12 × 3 ചെയ്യുമ്പോൾ 36 എന്ന് പറഞ്ഞിട്ടോ ആ ഡിവിഷൻ അതേപോലെ തന്നെ എഴുതുന്നു. 8 + 4 എത്രയാണ്? 12 എന്ന് പറഞ്ഞ് കിട്ടുന്നു. 36നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ. ഓക്കെ, ഇനി ഈ നടുക്കുള്ള ആ ഡിവിഷൻ്റെ ആ ഒരു സിമ്പിൾ അതേപോലെ തന്നെ ഞാൻ താഴേക്ക് ഇറക്കി എഴുതി. ഇനി ഇവിടെയും രണ്ട് സബ് ബ്രാക്കറ്റുകളുണ്ട്. 7 × 2 - 5 എത്രയാണ്? 7 × 2 14ആണ്. 14നോട് 5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 9 എന്ന് പറഞ്ഞ് കിട്ടും. പിന്നെ ഡിവിഷൻ അതേപോലെ തന്നെ എഴുതി. 4 × 1 - 1 എത്രയാണ്? 4 × 1 4ആണ്. 4ൽ നിന്ന് 1 കുറച്ചാൽ 3ആണ്. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 3 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ഇതാണോ നമ്മുടെ ആൻസർ? ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? 3 ഡിവൈഡ്സ് 3 ചെയ്യണം അല്ലേ? അപ്പോൾ 3 × 3 എത്രയാണ്? 1ആണ്. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ബോർഡ് മാസിൻ്റെ 2 പാർട്ടുകളായിട്ടാണ് ചെയ്തത്. പല ടൈപ്പ് ഓഫ് ബോർഡ് മാസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അതിൽ ലാസ്റ്റത്തെ ടൈപ്പാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ വർക്കൗട്ട് സെക്ഷൻസ് ആയിരിക്കും തരുന്നത്. പാർട്ടുകളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ വിങ്കുലമുണ്ടോ? വിങ്കുലമുണ്ട്. മുകളിൽ കാണുന്ന ആ ഒരു ബാറാണ് വിങ്കുലം അല്ലെങ്കിൽ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ വിങ്കുലമുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു ഭാഗം വേണം നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ. സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2 × 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. അത് +2 എത്രയാണ്? 10 എന്ന് പറഞ്ഞിട്ട് കിട്ടും ആൻസർ. ഇനി നമ്മൾ എന്താണ്, വിങ്കുലത്തിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി ബ്രാക്കറ്റ് ഉണ്ടോ ഈ ഒരു ക്വസ്റ്റ്യനിൽ? ബ്രാക്കറ്റ് ഉണ്ടല്ലേ, കുറേ ബ്രാക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ടോട്ടൽ ബ്രാക്കറ്റ് തുടങ്ങുന്നതും ക്ലോസ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. ഇത്രയുമാണ് ബ്രാക്കറ്റിൻ്റെ ആ ഒരു ഭാഗം വരുന്നത്. ഇനി ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ ബ്രാക്കറ്റിൽ നിന്ന് വലിയ ബ്രാക്കറ്റിലോട്ട് വലിയ ഭാഗങ്ങളിലേക്ക് വേണം പോകാൻ. അപ്പോൾ നമ്മൾ അവിടെ ഇറക്കി എഴുതുകയാണ് 10 - പല ടൈപ്പ് ഓഫ് ബ്രാക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഞാൻ ഇറക്കി എഴുതുന്നുണ്ട്. നോക്കിക്കോ, 10 ഡിവൈഡ്സ്. ഇനി വിങ്കുലത്തിൻ്റെ ഭാഗത്ത് എന്താണ് നമ്മൾ സോൾവ് ചെയ്ത് കിട്ടിയില്ലേ? 10 എന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് കിട്ടി. ഓക്കെ, ആ 10ആണ് അവിടെ എഴുതാൻ പോകുന്നത്. വിങ്കുലം സോൾവ് ചെയ്തു, ബ്രാക്കറ്റൊക്കെ ക്ലോസ് ചെയ്തു. ഇനി ഏത് ബ്രാക്കറ്റാണ് നമ്മൾ നോക്കേണ്ടത്? ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് ഏതാണ്? ഈ 10 ഡിവൈഡ്സ് 10 എന്ന് പറയുന്നതാണ് ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം അത് സോൾവ് ചെയ്യുന്നു. 10നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി അടുത്ത ബ്രാക്കറ്റുകൾ ഏതാണ്? ഈ ഒരു ബ്രാക്കറ്റല്ലേ ഉള്ളിലുള്ളത്? 10 - 1 എന്ന് പറഞ്ഞിട്ട് വരൂലേ? അപ്പോൾ 10 - 1 എത്രയാണ്? 9ആണ്. ഈ ഒരു ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 9 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ബ്രാക്കറ്റ് ഏതാണ്? ഈ സൈഡിൽ കിടക്കുന്ന ബ്രാക്കറ്റില്ലേ, ആ 10 - എന്ന് പറയുന്ന ആ ബ്രാക്കറ്റല്ലേ അടുത്തത്. അപ്പോൾ 10 - 9 എത്ര കിട്ടും നമുക്ക്? 1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ പോർഷൻസ് എന്താണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 1 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി പുറത്തുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള, കാണാൻ പറ്റില്ല, നോക്കി, 10 - എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, അത് ചെയ്യാൻ മറന്നാൽ നമ്മുടെ ആൻസർ തെറ്റും. അപ്പോൾ 10 - 1 എത്രയാണ്? 9ആണ്. അപ്പോൾ ഫുള്ള് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 9ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണും വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.